എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ജോലി തിരക്കും വീട്ടിലെ തിരക്കും എല്ലാം കൂടി കാരണം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോകും. ഇന്നൊരു പൊട്ടാറ്റോ പീനട്ട് കുക്കുംബർ സാലഡ് ആയാലോ? ആദ്യം തന്നെ ഇത് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് എയർ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ തന്നെ കഴിച്ചാൽ ഒരു ടേസ്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അധികം എണ്ണയിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് എയർ ഫ്രൈ ചെയ്തു. അതിൽ മുരിങ്ങ പൗഡർ, ഇവിടെ ഇങ്ങനെ ഓർഗാനിക് സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും മുരിങ്ങ പൗഡർ. മുരിങ്ങയും ബംഗാൾ ഗ്രാം എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച പൗഡർ ഇട്ടിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കുംബറൊക്കെ അരിഞ്ഞെടുക്കാം. കുക്കുംബർ പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. അമൂൽ ചീസാണ് ചേർക്കുന്നത്. കുക്കുംബർ അരിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് കപ്പലണ്ടി, കുറച്ച് മസാലക്കിട്ട്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതിലായിട്ട് വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഇന്നലെ തന്നെ വറുത്താണ്. ഇന്നലെ കുറേ കഴിച്ചു. അതിൻ്റെ ബാക്കി കുറച്ച് ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ മിക്സ് ചെയ്യുക. അപ്പം കുക്കുംബർ, കുറച്ച് ചീസ്, കുറച്ച് കപ്പലണ്ടി, കുറച്ച് ഹെർബ് മിക്സഡ് സീസണിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിനും ഉപ്പിട്ടു, കപ്പലണ്ടിയും ഉപ്പിട്ട് വറുത്തതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ഒത്തിരി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇഷ്ടംപോലെ ഉപ്പ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ. എന്നിട്ട് ഈ വാട്ടർ മെലൺ എന്താണെന്ന് വെച്ചാൽ അവസാനമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് തന്നെ വാട്ടർ മെലൺ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒരുമാതിരി കുഴഞ്ഞു പോകും. എനിക്കങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ വാട്ടർ മെലൺ വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ അരിഞ്ഞ് വയ്ക്കുക. ഈ ബാക്കി സാലഡിൻ്റെ ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് മിക്സ് ചെയ്തിട്ട് വാട്ടർ മെലൺ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മേളിൽ കുറച്ച് വാട്ടർ മെലൺ ഇങ്ങനെ വെച്ച് കഴിച്ചാലും നല്ലതാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം. ഇത് മിക്സ് ചെയ്തിരുന്നിട്ട് പിന്നെ വെച്ചിരുന്നിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഫ്രഷ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നല്ല ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വേറെ തരത്തിലുള്ള ചിപ്സ് ഒന്നും ഇല്ല. ആരോഗ്യത്തിന് ഹെൽത്തിയാണ്. TV കാണുമ്പം അല്ലെങ്കിൽ സിനിമ കാണുമ്പം അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേരുമ്പോൾ അല്ലെങ്കിൽ വെറുതെ സ്നാക്സ് ആയിട്ട് വിശക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. എക്സ്ട്രാ ഉപ്പ് എക്സ്ട്രാ എണ്ണയും ചേർക്കണം. വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാം. വേറെ എക്സ്ട്രാ ഡ്രസ്സിങ് ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പം നിങ്ങൾ ഈ സാലഡ് നല്ലതാണെന്ന് ഉണ്ടാക്കി നോക്കൂ. പ്രോട്ടീനുണ്ട്, ഫൈബറുണ്ട്. അങ്ങനെ തരംതിരിച്ച് പറയാനാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണുന്നവരെ ബൈ.